വീട് കെട്ടണം ടിയ ടിയ എന്ന പാടാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു അടുക്കള പാട്ടാണ്. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അടുക്കി വെക്കണം അടുക്കള, ഒതുക്കി വെക്കണം അടുക്കള, അരച്ചിട്ടും പിന്നെ ചതച്ചിട്ടും വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും കലക്കിയും പിന്നെ കുറുക്കിയും തിളപ്പിച്ചും പിന്നെ പൂരിപ്പിക്കണം അല്ലേ നമ്മൾ. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന ജോലികളാണ് അല്ലേ, പ്രവൃത്തികളാണ്. അതായത് അരയ്ക്കും അല്ലേ, ചതയ്ക്കും, വറുത്തിടും, പിന്നെ പൊടിക്കും, കലക്കും, കുറുക്കും, പിന്നെ എന്താ ചെയ്യുക, തിളപ്പിച്ചും, പിന്നെ നമ്മൾ ഇതെങ്ങനെയാ തണുപ്പിച്ചും എഴുതാം അല്ലേ, പിന്നെ കഴുകിയും പിന്നെ ഒതുക്കിയും എന്ന് എഴുതി ചേർത്താൽ മതി. നമ്മൾ പാത്രം കഴുകുകയൊക്കെ ചെയ്യുമല്ലോ, ആ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം നമ്മൾ ഒതുക്കി വെക്കുകയും ചെയ്യും അല്ലേ. അടുപ്പമുള്ളവരാകുവാൻ നമ്മൾ അടുക്കളപ്പണി ചെയ്യണം, അടുക്കി വെക്കണം അടുക്കള, നമ്മൾ ഒതുക്കി വെക്കണം അടുക്കള. അതായത് നമ്മളെല്ലാവർക്കും നല്ല അടുപ്പമുള്ളവരായി തീർന്നെങ്കിൽ എല്ലാവരും അടുക്കളയിൽ വന്നിട്ട് സഹായിക്കണം എന്ന് പറയുകയാണ് അല്ലേ. ആകെ അമ്മ മാത്രം ചെയ്താൽ പോരാ, അച്ഛനും നിങ്ങളും ഒക്കെ ചേർന്നിട്ട് വേണം അടുക്കള ജോലികൾ ചെയ്യാനായിട്ട്. അപ്പോഴാണ് അടുപ്പം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടുക്കള പിന്നെ എങ്ങനെ ഇരിക്കണം, എല്ലാ സാധനങ്ങളും അടുക്കിയിട്ടും അതുപോലെ തന്നെ ഒതുക്കിയിട്ടും വൃത്തിയിൽ വെച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പാട്ടിൽ. എന്തെല്ലാമാണ് അടുക്കള ജോലികൾ, ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ടിക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അടുക്കള ജോലികളും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ എന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ചേച്ചിയോ ചേട്ടനോ പിന്നെ അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി ചേർത്തിട്ട് അവർക്കും കൂടിയും ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതൊക്കെയാന്ന് നോക്കിയിട്ട് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 അടുക്കള ജോലികൾ കൊടുത്തിട്ടുണ്ട്. പാത്രം കഴുകലെന്നും നിലം തുടയ്ക്കലെന്നും. ആകെ പാത്രം കഴുകലും നിലം തുടയ്ക്കലും മാത്രമാണോ അടുക്കള ജോലികൾ? അല്ല അല്ലെ, കുറേ ജോലികളുണ്ടല്ലേ. പിന്നെ ഏതൊക്കെ ജോലികളാണുള്ളത്? ചോറും കറിയും വെക്കലുണ്ട്, അരി അരക്കലുണ്ട്, ദോശ ചുടൽ, കറി കഴുകൽ. പച്ചക്കറി കഴുകിയാൽ മാത്രം കറിക്ക് അരിയണ്ടേ, തേങ്ങ ചിരകൽ. പാത്രം കഴുകൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പിന്നെ പാത്രം അടുക്കൽ, പിന്നെ ചപ്പാത്തി പരത്തൽ, ചപ്പാത്തി ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെ എഴുതാട്ടോ. കുറേ പണികളുണ്ടല്ലോ. ഇവിടെ ഞാൻ കുറച്ച് കൊടുത്തു എന്നേ ഉള്ളൂ, ഇതിലും കൂടുതൽ കുറേ പണികളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതി ചേർക്കാം കേട്ടോ. ഓരോ ജോലികളും ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലേ. ഇവിടെ അപ്പോൾ തന്നിരിക്കുന്ന അടുക്കള ജോലികളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഏതാ നോക്കുക. അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ തന്നെയാണ് ഇതിലെല്ലാം തന്നിരിക്കുന്നത് അല്ലേ. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകൽ നിങ്ങൾക്ക് ചെയ്യാം, നിലം തുടയ്ക്കൽ ചെയ്യാം അല്ലേ. പച്ചക്കറി അരിയലൊന്നും പറ്റില്ല, അതുപോലെ തന്നെ ചോറും കറിയും വെക്കൽ പറ്റില്ല. പച്ചക്കറി കഴുകൽ ചെയ്യാം, കഴുകിയ പാത്രമൊക്കെ അടുക്കി വെക്കാം അല്ലേ. അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാവുന്ന ജോലികൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. ബാക്കി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ എഴുതിയിട്ട് ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ. അടുത്തത് പിറന്നാൾ മധുരം. ഇവിടെ നമുക്കൊരു പാട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പാടി നോക്കാം. തെയ്താ തിന്തക തിന്താരാ, തിന്തക തിന്തക തെയ്താരാ, വീടി നിന്റെ പിറന്നാളിന്ന് കൂടെയുള്ളവരാരെല്ലാം, മിഠായി പൊതി കെട്ടഴിയുമ്പോൾ കൈനീട്ടുന്നവരാരെല്ലാം, വീട്ടിലുള്ളവരല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു. അച്ഛനമ്മയനിയെത്തി, ചേട്ടനനിയൻ ചേട്ടത്തി, പല്ലില്ലാത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈ നീട്ടുന്നു. എൻ്റെ വീട്ടിലുള്ളവർ ചിത്രം വരയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് അവരുടെ ചിത്രം ഇവിടെ വരച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പം അച്ഛൻ, അമ്മ, ചേച്ചി ആണെങ്കിൽ ചേച്ചി, ചേട്ടൻ, അനിയത്തി, അനിയൻ, ആരാണുള്ളത് വെച്ചാൽ അവരുടെയൊക്കെ ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ഓരോരുത്തരെയും പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര്, അപ്പോൾ നിങ്ങളുടെ പേര് എന്താണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. എൻ്റെ പേര് എന്നുള്ള സ്ഥലത്ത് എഴുതി കൊടുക്കുക കേട്ടോ. ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ ആരൊക്കെയാണെന്ന് അവിടെ എഴുതുക കേട്ടോ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചിയാണോ ചേട്ടനാണോ അനിയത്തിയാണോ അനിയനാണോ ആരാണുള്ളത് വെച്ചാൽ അത് എഴുതി കൊടുക്കുക എന്നിവരാണുള്ളത്. ഇനിയിപ്പോൾ അമ്മൂമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ അമ്മയ്ക്ക് എന്താണ് ജോലി, അച്ഛൻ എന്താണ് ജോലി എന്നുള്ളത് എഴുതണം. അപ്പം അമ്മ ഒരു ടീച്ചറാണെങ്കിൽ അമ്മ അധ്യാപികയാണെന്ന് എഴുതുക. അമ്മ വീട്ടിലെ ജോലി ചെയ്യുന്നതാണെങ്കിൽ അമ്മ ഒരു വീട്ടമ്മയാണ് എന്ന് എഴുതുക. അച്ഛൻ ടീച്ചറാണെങ്കിൽ അച്ഛൻ അധ്യാപകനാണ് എന്നെഴുതുക. ചേച്ചിയോ ചേട്ടനോ അനിയത്തിയൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളതും കൂടി എഴുതണം. അപ്പോൾ ചേച്ചി എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആരാണോ ഉള്ളത് അവർ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ചേച്ചി 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതുക കേട്ടോ.
പറഞ്ഞു കളിക്കാം എഴുതാം. വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങൾ. ഇപ്പൊ വീട്ടിലുള്ള ഉപകരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക വെച്ച് തുടങ്ങുന്നത് ച, ട, ത, പ അക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന വീട്ടിലെ ഉപകരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ക വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങൾ ഒന്ന് പറയാം. കലം, കസേര, കിണ്ടി, കട്ടിൽ, കുപ്പി, കുക്കർ, കത്തി എന്ന് തുടങ്ങിയ കുറേ ഉപകരണങ്ങളുണ്ട് അല്ലേ. നിങ്ങൾ കണ്ടെത്തിയിട്ട് കുറച്ചും കൂടി എഴുതണം കേട്ടോ. പിന്നെ ച വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ ചിരവ, ചീനച്ചട്ടി, ചാരുകസേര, ചൂൽ, ചവിട്ടി, ചായ അരിപ്പ എന്നൊക്കെ എഴുതാം കേട്ടോ. ഇനി ട വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ടി വി, ടിൻ, ടീപ്പോയ് എന്നൊക്കെ എഴുതാം. ത വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങൾ തവി, തുടപ്പ്, തോട്ടി, തേപ്പ് പെട്ടി, തീൻമേശ എന്നൊക്കെ എഴുതാം. ഇനി പ വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങൾ പുട്ടുകുറ്റി, പാൻ, പപ്പടക്കോൽ, പാത്രങ്ങൾ എന്നൊക്കെ എഴുതാം കേട്ടോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഷ്ടമുള്ള അക്ഷരം എഴുതി അതിൽ തുടങ്ങുന്ന ഉപകരണങ്ങളുടെ പേരുകൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ എടുത്തിട്ട് അതിൽ തുടങ്ങുന്ന വീട്ടിലെ ഉപകരണങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഒരു 4 അക്ഷരം പറഞ്ഞിട്ട് അതിൽ തുടങ്ങുന്ന ഉപകരണങ്ങൾ എഴുതുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ വേറെ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാൻ നോക്കണം കേട്ടോ. അപ്പോൾ ആ വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാം. അലമാര, അമ്മിക്കല്ല്, അടുപ്പ്, അരിപ്പ, അപ്പച്ചട്ടി എന്നെഴുതാം. ഇനി മാ വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങൾ മിക്സി, മുറം, മാറാലത്തട്ടി, മേശ. സാ വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങൾ സോഫ, സേവനാഴി, സ്പൂണ് എന്നൊക്കെ എഴുതാം. ഊ വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങൾ പറയാം. ഉലക്ക, ഉരൽ, ഉരുളി, ഉറി എന്നൊക്കെ എഴുതാം കേട്ടോ. ഇവിടെ കണ്ടോ, ചുവട്ടിൽ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കുഞ്ഞ് കവിത കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആയി ടായി ആക്കി പൂരിപ്പിക്കണം അല്ലെ. തിന്നുമ്പോഴെന്തിഷ്ടായി, പിന്നെ പൂരിപ്പിക്കണം കഷ്ടായി എന്നുണ്ട്. നിങ്ങൾക്കറിയോ ഈ കവിത എന്താണെന്നറിയോ? ആയി ടായി മിഠായി, തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി അല്ലേ. മിഠായി കഴിക്കുമ്പോൾ നല്ല ഇഷ്ടമല്ലേ, അത് കഴിഞ്ഞാലോ അയ്യോ അത് തീർന്നു പോയല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് കഷ്ടം തോന്നൂല്ലേ. അതാണ് കേട്ടോ ഈ കവിത. വിവിധ തരം വീടുകൾ കേട്ടോ. ഇവിടെ നമുക്ക് വിവിധ തരം വീടുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ഏതൊക്കെയാന്ന് നോക്കിയിട്ട് എഴുതണം. ഇവിടെ നമുക്ക് 2 അവർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇഗ്ലൂ എന്ന് തന്നിട്ടുണ്ട്, ഹൗസ് ബോട്ട് എന്ന് തന്നിട്ടുണ്ട്. ഹൗസ് ബോട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏതാണെന്ന്. ഇഗ്ലൂ എന്ന് പറഞ്ഞാല് എന്താണ്, മഞ്ഞു പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന വീടാണ് കേട്ടോ ഇഗ്ലൂ. ഇതാണ് ഇഗ്ലൂ. ഇനി അടുത്തത് നമുക്ക് വീടുകൾ ഏതൊക്കെയാന്ന് ചിത്രത്തിൽ നോക്കിയിട്ട് അത് എഴുതണം കേട്ടോ. കണ്ടോ, മരത്തിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന വീടുകൾ അതെന്താണ്? ഏറുമാടം എന്നാണ് പറയുക കേട്ടോ. എന്താ പറയുക? ഏറുമാടം. അടുത്തത് നോക്കൂ, ഇതെന്താണ്? ടെന്റ് ആണ് അല്ലേ. അപ്പൊ ടെന്റ് ഹൗസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ കൂടാരം. അടുത്തത് നോക്കൂ, ഇതെന്താണ്? അപ്പാർട്ട്മെന്റ് ആണ്. അപ്പാർട്ട്മെന്റിൽ കുറേ വീടുകൾ ഉണ്ടായിരിക്കും. ആ വീടുകൾക്ക് നമ്മൾ പറയുക ഫ്ലാറ്റ് എന്നാണ്. ഒരു അപ്പാർട്ട്മെന്റിൽ കുറേ അധികം ഫ്ലാറ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഏതൊക്കെ തരം വീടുകളുണ്ട്? ഓടിട്ട വീടുണ്ട് അല്ലേ. പിന്നെ കുടിലുണ്ട്, മുള വീടുണ്ട്, വാർപ്പ് വീട് എന്നൊക്കെ എഴുതിയിട്ട് നമുക്കിവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. അടുത്തത് വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം. ഞാനാണ് വീട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. മുറികൾ എഴുതുക, ഉപകരണങ്ങൾ എഴുതുക, വീടിന്റെ ഉപയോഗം എഴുതുക, വീട്ടിൽ ആരെല്ലാം എന്നൊക്കെ എഴുതുക കേട്ടോ. അപ്പൊ ഏതൊക്കെ മുറികളാണുള്ളത്? ഞാനാണ് വീട്, എനിക്ക് ധാരാളം മുറികളുണ്ട്. സ്വീകരണ മുറി, തീൻമുറി, അടുക്കള, കിടപ്പുമുറി, ശുചിമുറി എന്നിവയാണവ. എനിക്ക് വിവിധ തരം ഉപകരണങ്ങളുണ്ട്. സോഫ, മേശ, കട്ടിൽ, കസേര, അലമാര, മിക്സി, കത്തി എന്നിവ അവയിൽ ചിലതാണ് എന്നൊക്കെ എഴുതാം കേട്ടോ. വീടിന്റെ ഉപയോഗം എന്താണ് അത് എഴുതണം. മഴയും വെയിലും തണുപ്പും ഏൽക്കാതെ കഴിയാനും കള്ളന്മാരിൽ നിന്നും സുരക്ഷിതമായി താമസിക്കാനുമാണ് വീട് എന്ന് എഴുതാം. വീട്ടിൽ ആരെല്ലാം എന്നുള്ളത് എഴുതുക. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അത് എഴുതുക കേട്ടോ. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അനിയത്തി, അനിയൻ, അങ്ങനെ ആരാളുള്ളത് വെച്ചാൽ അതും കൂടി എഴുതി ചേർക്കുക കേട്ടോ. ഇവിടെ കണ്ടോ, വായിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ. അച്ഛാ, നമുക്ക് വീട് വൃത്തിയാക്കാം. ഞാൻ പറഞ്ഞു, ശരി, നല്ല കാര്യം. ആരാ മുറ്റമടിക്കുന്നത്? ഞാൻ അടിക്കാം. ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി. ചേച്ചി വന്ന് നിലം തുടയ്ക്കാൻ തുടങ്ങി. അമ്മ ജനലിലെ പൊടി തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ ടോയ്ലറ്റോ? ചേച്ചി ചോദിച്ചു. അത് ഞാൻ തന്നെ വൃത്തിയാക്കാം.
അച്ഛൻ പറഞ്ഞു. അല്പസമയത്തിനകം ജോലി തീർന്നു. ഇപ്പോൾ വീട് എന്ത് സുന്ദരം, എനിക്ക് ആനന്ദമായി. അപ്പൊ എന്താണ്, എല്ലാവരും കൂടി ചേർന്നിട്ട് വീട് വൃത്തിയാക്കി അല്ലേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ നോക്കൂ. അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല, ചൂല് പിണങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആർക്കും മുറ്റമടിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ നോക്കൂ. നന്നായി കഴുകിയാലും എന്തോ പൂരിപ്പിക്കാണ്ട് അല്ലേ, നന്നായി കഴുകിയാലും എന്നുണ്ട്. അപ്പൊ എന്താണ്, അച്ഛൻ നന്നായി കഴുകിയാലും അമ്മ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല, പ്ലേറ്റ് പിണങ്ങില്ല എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല ചെയ്യേണ്ടത്, എല്ലാവരും കൂടി ചേർന്ന് ചെയ്യാം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വിവിധ തരം വീടുകൾ പഠിച്ചു വയ്ക്കുക, പിന്നെ വീട്ടിലെ മുറികൾ പഠിച്ചു വയ്ക്കുക, പിന്നെ വീട്ടുപകരണങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ഓരോ മുറിയിലും വരുന്ന ഉപകരണങ്ങളും കേട്ടോ, അടുക്കള ഉപകരണങ്ങൾ ചോദിക്കാം. പിന്നെ അടുക്കള ജോലികൾ ഏതൊക്കെയാണ്, പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ജോലികൾ ഏതാന്നുള്ളത് 2-3 എഴുതാൻ അറിയണം കേട്ടോ. ഇതോടുകൂടി നമ്മളുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.